ഹലോ വെൽക്കം ബാക്ക് ടു ലേണിനോ. സോ കുറച്ച് പേരുടെയെങ്കിലും ഹോം പേജിൽ ഒരു പ്രൊഫോമ വന്നിട്ടുള്ളതായിട്ട് നമുക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ഇത് എന്താണ് ചെയ്യേണ്ടത്, എന്തിനാണ് ഇത് എന്നൊക്കെ. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് ചില സ്വകാര്യ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ്, കമ്മ്യൂണിറ്റി രജിസ്റ്റേർഡ് സൊസൈറ്റി, രജിസ്റ്റേർഡ് ട്രസ്റ്റ് കോട്ട സീറ്റുകളിലേക്കും അതേപോലെ തന്നെ നമ്മുടെ കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളിൽ, നമ്മളെ ഈ കേപ്പിൻ അണ്ടറിലൊക്കെ വരുന്ന കോളേജുകളിൽ അവിടെ സഹകരണ വകുപ്പിലെ ജീവനക്കാരുടെ കുറച്ച് സീറ്റ്, സർട്ടൻ പെർസെന്റേജ് ഓഫ് സീറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ പ്രത്യേകമായി ആ സംവരണം കിട്ടാനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഫോം വന്നിട്ടുള്ളത്. അപ്പൊ ഈ രീതിയിൽ ഈ കാറ്റഗറിയിൽ ഈ ഒരു കോട്ടയിലേക്ക് നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കണം, അല്ലെങ്കിൽ ആ കോട്ട വഴി നിങ്ങൾക്ക് സീറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി അപേക്ഷ സമർപ്പിക്കണം. അപ്പൊ അതില് ഏതൊക്കെ കോളേജുകളാണ്, അതിൽ ഏതൊക്കെ കമ്മ്യൂണിറ്റിയാണ് കാര്യങ്ങൾ എന്നുള്ളതിന്റെ ടേബിൾസ് ആണ് ഞാൻ ഇനി കൊടുക്കുന്നത്. അതിനുശേഷം അതെങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത് പറയാം. ഓക്കെ, അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് സ്വകാര്യ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഈ പറഞ്ഞ പോലെ കോട്ട ഉള്ളത്. അതിൽ കമ്മ്യൂണിറ്റി രജിസ്റ്റേർഡ് ട്രസ്റ്റ് കോട്ട സീറ്റുകളിലേക്ക്, അതേപോലെ തന്നെ കേപ്പിന്റെ അണ്ടറിൽ വരുന്ന കോളേജുകളിൽ അവിടെ സഹകരണ വകുപ്പിലെ ജീവനക്കാരുടെയും അതേപോലെ തന്നെ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ള സഹകരണ സൊസൈറ്റികൾ, ബാങ്കുകൾ, മറ്റ് സ്ഥാപനങ്ങൾ എന്നിവയിലെ ജീവനക്കാരുടെയും ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെയും മക്കൾക്കായിട്ട് നീക്കി വെച്ചിട്ടുള്ള 5% സീറ്റ്. അപ്പൊ ഇതിലേക്കാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞതുപോലെ അതിന് വേണ്ട ആ ഒരു പ്രൊഫോമ നമ്മളത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ പറയാം. അത് ചിലത് കോളേജിൽ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കേണ്ടതുണ്ട്, അല്ലാത്തതുകൊണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ അതിൽ ആദ്യം പറയാൻ പോകുന്ന കമ്മ്യൂണിറ്റി രജിസ്റ്റേർഡ് സൊസൈറ്റി, രജിസ്റ്റേർഡ് ട്രസ്റ്റ് ക്വാട്ട സീറ്റുകളിൽ മാറ്റി വെച്ചിട്ടുള്ള കോളേജുകൾ. ഓക്കെ, അപ്പോ ഇതിൽ ഏതാണ്, അതിൽ കോളേജ് കോഡ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ട്രസ്റ്റ്, രജിസ്റ്റേർഡ് സൊസൈറ്റി ഏതാണ്, അതേപോലെ തന്നെ ഈ ആരാണ് അതിന്റെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടത്, അതോറിറ്റി ടു ഇഷ്യൂ സർട്ടിഫിക്കറ്റ് ആരാണെന്നുള്ള ആ ഒരു പേരാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നിങ്ങൾ ഈ കോളേജ് നോക്കുക, അതേപോലെ തന്നെ ഏതാണ് കമ്മ്യൂണിറ്റികൾ കൊടുത്തിട്ടുള്ളത് നോക്കുക, ആരിൽ നിന്നാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ കോട്ട സീറ്റുകൾ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൃത്യമായി നിങ്ങൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടേബിൾ തന്നിരിക്കുന്നത്. ടേബിൾ ഞാൻ മുഴുവൻ വായിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് നോക്കി അത് മനസ്സിലാവും. കാരണം അതിൽ കുറെ അധികം കോളേജുകൾ ഉണ്ട്. അപ്പൊ കോളേജ് നോക്കുക, അതിൽ ഏത് കമ്മ്യൂണിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കുക, ആരിൽ നിന്നാണ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ടത് നോക്കുക. ഓക്കെ, ഇപ്പൊ 10-14 ഇപ്പൊ ഓരോരോ ആ ടേബിളിൽ ഏതൊക്കെ കോളേജ് ആണെന്നുള്ളതാണ് നമ്മളിപ്പോ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കോളേജുകളാണ്. അപ്പൊ ഈ ഒരു ടേബിളിൽ ഉൾപ്പെട്ടിട്ടുള്ള കോളേജുകളിൽ കമ്മ്യൂണിറ്റി രജിസ്റ്റേർഡ് സൊസൈറ്റി, രജിസ്റ്റേർഡ് ട്രസ്റ്റ് കോട്ട സീറ്റുകളിലേക്ക് പ്രവേശനം വേണ്ട വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോവുക, കാൻഡിഡേറ്റ് പോർട്ടലിൽ പോവുക, അവിടെ നിങ്ങളുടെ ഹോം പേജിൽ കമ്മ്യൂണിറ്റി ക്വാട്ട പ്രൊഫോമ എന്ന മെനു ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അവിടെ നമ്മൾ കോളേജ് സെലക്ട് ചെയ്യുന്ന സമയത്ത് പ്രൊഫോമയുടെ പ്രിന്റ് ഔട്ട് നമുക്ക് എടുക്കാം. അതെടുത്തതിന് ശേഷം അതിൽ നമ്മൾ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് അത് സൈൻ ചെയ്യുക. എന്നിട്ട് ഓഗസ്റ്റ് 13 വൈകിട്ട് 4 മണിക്ക് മുമ്പായിട്ട് അതാത് കോളേജ് അധികൃതരുടെ മുന്നിൽ നമ്മൾ അത് കൊടുക്കണം. അപ്പൊ കോളേജിൽ പോയി നേരിട്ട് നമ്മൾ അത് അവിടെ സമർപ്പിക്കണം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ പറഞ്ഞിട്ടുള്ള ടേബിളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജിൽ വേണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഈ പറഞ്ഞ പ്രൊഫോമ പ്രിന്റ് ഔട്ട് എടുത്ത് അത് സൈൻ ചെയ്തിട്ട് കോളേജിൽ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കണം. എന്നാണ് ഓഗസ്റ്റ് 13 വൈകിട്ട് 4 മണിക്ക് മുമ്പായിട്ട്. ക്ലിയർ? അതിനുശേഷം അവിടെ നിന്ന് കോളേജ് അതോറിറ്റീസ് അന്ന് തന്നെ അത് വൈകുന്നേരം 5 മണിക്ക് മുന്നായിട്ട് ഈ പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് സമർപ്പിക്കുകയും ചെയ്യും. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് ബാക്കി നിങ്ങൾക്ക് ആ സീറ്റുകൾ കിട്ടുന്നത്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൽ മൂന്നാമത് പറഞ്ഞിട്ടുള്ള ഒരു ഇതില് ലാറ്റിൻ കാത്തലിക് കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെട്ട കോളേജിലേക്ക് പ്രവേശന പരീക്ഷ കമ്മീഷണർ പ്രസിദ്ധീകരിക്കുന്ന കാറ്റഗറി ലിസ്റ്റിൽ ഉൾപ്പെട്ട ലാറ്റിൻ കാത്തലിക് വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ നേരിട്ട് പരിഗണിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ അവര് മാത്രം ഈ പറഞ്ഞ പോലെ കോളേജിൽ ഹാജരായിട്ട് രേഖകൾ സമർപ്പിക്കേണ്ടതില്ല എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നമ്മളുടെ കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജസ്, കേപ്പിന്റെ അണ്ടറിൽ വരുന്ന കോളേജസിലേക്ക്
അവിടെ ഈ പറഞ്ഞ പോലെ സഹകരണ വകുപ്പിലെ ജീവനക്കാരുടെ മക്കൾക്ക് ഉള്ള ഒരു സർട്ടൻ പെർസെന്റേജ് ആണ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് ആവശ്യമുണ്ട്, ആ ക്വാർട്ടർ സീറ്റ് നിങ്ങൾക്ക് പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി ഈ പറഞ്ഞതുപോലെ ഒരു പ്രൊസീജിയർ ഉണ്ട്. അത് എന്താണെന്ന് ഞാൻ പറയാം. അപ്പൊ ആ കോളേജിന്റെ കോഡും ഏതൊക്കെ കോളേജുകളും ആണെന്നുള്ളതാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ കൃത്യമായി നോക്കുക ഏതൊക്കെ കോളേജാണ്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആറന്മുള, അതേപോലെ തന്നെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മുട്ടത്തറ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കിടങ്ങൂര്, പത്തനാപുരം, പെരുമൺ, അതേപോലെ തന്നെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് പുന്നപ്ര, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൃക്കരിപ്പൂർ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തലശ്ശേരി, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മണ്ടരത്തൂർ, വടകര. ഓക്കെ, അപ്പൊ ഇത്രയും കോളേജുകളാണ് ആ ഒരു ലിസ്റ്റിൽ വരുന്ന KEIPന്റെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ ടേബിളിൽ ഉൾപ്പെട്ടിട്ടുള്ള കോളേജുകളിലേക്ക് നമുക്ക് ഒരു 5% സീറ്റ്, ഓക്കെ, അത് ഈ പറഞ്ഞ പോലെ സഹകരണ വകുപ്പിലെ ജീവനക്കാരുടെ അല്ലെങ്കിൽ രജിസ്റ്റർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ള സഹകരണ സൊസൈറ്റികൾ, ബാങ്കുകൾ, മറ്റ് സ്ഥാപനങ്ങൾ എന്നിവയിലെ ജീവനക്കാരുടെയോ അല്ലെങ്കിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെയോ മക്കൾക്കാണ് ഈ ഒരു കോട്ട കിട്ടുന്നത്. അപ്പൊ അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വെബ്സൈറ്റിൽ ഒരു പ്രൊഫോമ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ എടുത്തിട്ട് ഓഗസ്റ്റ് 12 വൈകിട്ട് 4 മുമ്പായിട്ട് അത് അപ്ലോഡ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ കാൻഡിഡേറ്റ് പോർട്ടലിൽ പോവുക, നമ്മൾ ഈ പറഞ്ഞ പോലെ പാസ്വേഡ് ഒക്കെ കൊടുത്ത് ലോഗിൻ ചെയ്യുക, അപ്ലൈ ഫോർ CB KEIP എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അവര് അതാണ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം പറഞ്ഞവര് കോളേജിൽ നേരിട്ട് പോവാണ് വേണ്ടത്. ഇപ്പൊ KEIPന്റെ കേസ് പറഞ്ഞത് നമ്മൾ ഈ പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റവന്യൂ അധികാരികൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നൽകേണ്ട കോളേജുകളാണ്. അപ്പൊ നമുക്ക് അതിൽ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കമ്മ്യൂണിറ്റി, അതേപോലെ റവന്യൂ അതോറിറ്റീസ് ആണ് ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രവേശന പരീക്ഷണ കമ്മീഷണർ പ്രസിദ്ധീകരിക്കുന്ന കാറ്റഗറി ലിസ്റ്റിൽ നിന്ന് തന്നെ ഈ പറഞ്ഞിട്ടുള്ള കോളേജുകളിലേക്ക് ഈ പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിറ്റികളിലേക്ക് വിദ്യാർത്ഥികളെ നേരിട്ട് പരിഗണിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ ഇവരെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതാത് കോളേജുകളിൽ പോയി അവിടെ ചെന്ന് ഹാജരാകേണ്ടതില്ല എന്നുള്ളതും കൂടെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനിയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതായത് ഇപ്പൊ നമ്മള് സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് വരുന്ന സമയത്ത്, ഓക്കെ, അതില് ഈ പറഞ്ഞ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അതേപോലെ തന്നെ ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിനും, അപ്പോ ആ സമയത്ത് നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ള കോളേജുകളിലെ മൈനോറിറ്റി ട്രസ്റ്റ് ക്വാട്ട സീറ്റുകളിലേക്ക് വിദ്യാർത്ഥികൾ പുതിയതായിട്ട് ഓപ്ഷൻ കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇത് തെറ്റിദ്ധരിക്കപ്പെടരുത്. നമ്മൾ എഞ്ചിനീയറിംഗിന്റെ കേസിൽ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിൽ നോർമൽ വരുന്ന സ്റ്റുഡൻസിനൊന്നും പുതിയതായിട്ട് ഓപ്ഷൻ കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള കോളേജുകളിൽ അതായത് കാറ്റഗറിയിൽ നിങ്ങൾക്ക് മൈനോറിറ്റി ട്രസ്റ്റ് ക്വാട്ട സീറ്റുകളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്കാണ് പുതിയതായിട്ട് ഓപ്ഷൻ കൊടുക്കേണ്ടത്. അപ്പൊ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ, അതല്ല നേരിട്ട് കോളേജിൽ പോയി ഹാജരാവേണ്ടവർ ആ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയും അവര് പുതിയ ഓപ്ഷൻസ് കൊടുക്കുകയും ചെയ്താൽ മാത്രമേ അവരെ ഇനി സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിൽ അവർക്ക് ഈ പറഞ്ഞ ക്വാട്ട സീറ്റ് കൃത്യമായിട്ട് കിട്ടുള്ളൂ എന്നുള്ള ഒരു കാര്യം കൂടെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അവരത് കൃത്യമായിട്ട് ചെയ്യുക, പറഞ്ഞ ഡേറ്റിന് മുന്നായിട്ട് തന്നെ ചെയ്യുക, എങ്കിലേ നിങ്ങൾക്ക് ആ ക്വാട്ട കൃത്യമായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു.